വലിയ നോമ്പ് ആരംഭിക്കുകയായി. നമുക്ക് വ്രതനിഷ്ഠയോടെ ഒരുങ്ങാം. നോമ്പ് എന്ന നാമപദത്തിന് നോൽക്കുക, നോറ്റു എന്നീ ക്രിയാരൂപങ്ങളുണ്ട്. നോൽക്കുക, നോറ്റു എന്നീ ക്രിയകളുടെ അർത്ഥം വ്രതനിഷ്ഠയോടെ കാത്തിരിക്കുക എന്നാണ്. നോമ്പ് നോൽക്കുക, നോമ്പ് നോറ്റു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വ്രതനിഷ്ഠയോടുകൂടെ യേശുക്രിസ്തുവിൻ്റെ ഇടപെടലിനായി, യേശുക്രിസ്തുവിൻ്റെ തിരുസാന്നിധ്യത്തിനായി നമ്മൾ പ്രത്യേകമായി ഒരുങ്ങുക, കാത്തിരിക്കുക എന്നാണ് അർത്ഥം. നോമ്പും ഉപവാസവും എല്ലാ സംസ്കാരങ്ങളിലുമുണ്ട്. നോമ്പും ഉപവാസവും വഴിയായി മനുഷ്യ ശരീര മനസ്സുകളെ പാകപ്പെടുത്തി ആത്മാവിനെ ശുദ്ധീകരിച്ച് പ്രകാശിപ്പിക്കുന്നതിനുള്ള ഉപായമാണ് നോമ്പും ഉപവാസവും. ശരീരത്തെ വർജനത്തിലൂടെയും ഭക്ഷണത്തിലുള്ള വർജനത്തിലൂടെയും മത്സ്യ മാംസാദികൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള വർജനം, ഉച്ചവരെയും ഉച്ചതിരിഞ്ഞ് 3 മണി വരെയും വൈകുന്നേരം വരെയും ഉപവസിക്കുന്ന പതിവുണ്ട്. അങ്ങനെ വർജനത്തോടെയും ഉപവാസത്തോടെയും ശരീരത്തെ പാകപ്പെടുത്തുന്നതിനുള്ള ഒരു സന്ദർഭമാണ് നോമ്പ്. മനസ്സിനെയും പാകപ്പെടുത്തുവാനുള്ള അവസരമാണ്. മനസ്സിനെ പാകപ്പെടുത്തുവാൻ കഴിയുന്നത് വേദവായനയിലൂടെയും പ്രാർത്ഥനയിലൂടെയുമാണ്. നമ്മൾ വായനപ്പടി, വേദവായനക്കുറിപ്പ് പരിശോധിക്കുന്ന സന്ദർഭത്തിൽ ഈ നോമ്പിലെ 50 ദിവസമുള്ള വായനകൾ, വായനപ്പടിയുടെ ഏതാണ്ട് നല്ലൊരു ഭാഗം വരും. വേദവായനയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. വേദപുസ്തകം വായിച്ച് ദൈവത്തിൻ്റെ തിരുഹിതം തിരിച്ചറിയുക. അങ്ങനെ നാം ദൈവത്തിന് സ്വയം സമർപ്പിക്കുക. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം പ്രാധാന്യം കൊടുക്കുക. അങ്ങനെ ദൈവസംസർഗത്തിലാവുക. ഇങ്ങനെ മനസ്സിനെ പാകപ്പെടുത്തണം. വർജനം കൊണ്ടും ഉപവാസം കൊണ്ടും ശരീരത്തെ പാകപ്പെടുത്തിയും പ്രാർത്ഥനയും വേദവായനയും കൊണ്ട് മനസ്സിനെ പാകപ്പെടുത്തിയും മുമ്പോട്ട് പോകുമ്പോൾ ആത്മാവ് ശുദ്ധീകരിക്കപ്പെട്ട് പ്രശോഭിക്കും. ഇതാണ് മോശയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. 40 രാവും 40 പകലും മോശ ഉപവസിച്ചതിൻ്റെ ഫലമായി അവൻ്റെ മുഖം പ്രകാശിച്ചുവെന്ന് പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ദാനിയേൽ നോമ്പുകാരനായിരുന്നു. ദാനിയേലിൻ്റെ സ്നേഹിതർ ഹാനനിയ, ആസറിയ, മീശയേൽ എന്നിവരോട് ചേർന്ന് ഉപവസിച്ചു ദാനിയേൽ. അതിൻ്റെ ഫലമായി ഹാനനിയ, ആസറിയ, മീശയേൽ എന്നിവരെ തീക്കുണ്ടത്തിൽ ഇട്ടപ്പോൾ അവർക്കൊരു അപകടവും പറ്റാതെ ദൈവദൂതൻ അവരോടൊപ്പം പ്രത്യക്ഷപ്പെട്ട് അവരുടെ മുഖം പ്രകാശിച്ചു എന്ന് നാം കാണുന്നു. ദാനിയേലിനെ സിംഹക്കുഴിയിലിട്ടു. ദാനിയേൽ ഉപദ്രവമേൽക്കാതെ അവിടെ നിന്ന് പുറത്തു വന്നതായും നാം കാണുന്നുണ്ട്. 40 രാവും 40 പകലും നമ്മുടെ കർത്താവ് ഉപവസിച്ചു. പൈശാചികമായ ശക്തികളെ ജയിച്ചു. മോശയും ഏലിയായും 40 ദിനം നോമ്പെടുത്തു. നമ്മുടെ കർത്താവും നോറ്റു, ആകൽക്കർസായി ജയിച്ചു എന്ന് നാം ഒരു ഗീതത്തിലൂടെ ആലപിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെ നോമ്പിൻ്റെ സന്ദർഭം ആത്മ ശരീര മനസ്സുകളെ ഒരു രൂപാന്തരത്തിന് വിധേയമാക്കുന്നതിനുള്ള ഒരു സന്ദർഭമായി പ്രത്യേകം നാം കണക്കാക്കുന്നു. അനുതാപത്തിനുള്ള സന്ദർഭമാണ് വലിയ നോമ്പ്. ഈ നോമ്പിൻ്റെ സന്ദർഭം നമ്മൾ പ്രത്യേകമായി പാപങ്ങളെ ഏറ്റുപറഞ്ഞ്
ദൈവതിരുസന്നിധിയിലേക്ക് തിരിഞ്ഞു വരുന്നതിനുള്ള അവസരമായി നാം കാണുന്നു. അനുതാപം എന്ന വാക്കിന് എബ്രായ ഭാഷയിൽ ഷൂബ് എന്നും പുതിയ നിയമത്തിൽ ഗ്രീക്ക് ഭാഷയിൽ എപ്പിസ്ട്രഫോ എന്നുമാണ് വാക്കുകൾ. ഷൂബ് എന്ന എബ്രായ പദത്തിൻ്റെ അർത്ഥം, വാച്യാർത്ഥം തിരികെ വരിക എന്നാണ്, മടങ്ങി വരിക എന്നാണ്. പുതിയ നിയമത്തിൽ എപ്പിസ്ട്രഫോ എന്ന ക്രിയാരൂപം തിരിച്ചു വരിക എന്ന അർത്ഥമാണ്. അനുതാപം ഒരു തിരിച്ചുവരവിൻ്റെ സന്ദർഭമാണ്. ഹോശേയ പ്രവചനം 14-ാം അധ്യായം 1-ാം വാക്യം വളരെ സ്പഷ്ടമായി ഇത് പറയുന്നു. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി വരിക. ഇത് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നതിനുള്ള സന്ദർഭമാണ്. അനുതപിക്കണം, രൂപാന്തരപ്പെടണം, ദൈവതിരുസന്നിധിയിൽ നമ്മെ തന്നെ പുനഃപ്രതിഷ്ഠിക്കണം. തിരിച്ചു വരിക, അനുതപിക്കുക, രൂപാന്തരപ്പെടുക, പുനഃപ്രതിഷ്ഠിക്കുക എന്നീ 4 ലക്ഷ്യങ്ങൾ ഈ നോമ്പിൽ പ്രത്യേകമായി ഉണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കണം. നാം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു വച്ചിട്ടുണ്ട്, ശീലിച്ചു വച്ചിട്ടുണ്ട്, നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കളഞ്ഞേ മതിയാവുകയുള്ളൂ, ഉപേക്ഷിച്ചേ മതിയാവുകയുള്ളൂ. അൺലേൺ വാട്ട് യു ഹാവ് ലേൺഡ് എന്നുള്ളത് നോമ്പിൻ്റെ ഒരു വലിയ ലക്ഷ്യമാണ്. നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്നത്, ശീലിച്ച് വിധേയരായിരിക്കുന്നത് പലതും നമുക്ക് ആവശ്യമുള്ളതല്ല. അതിന് പുതിയ ശീലങ്ങൾ, പുതിയ സുശീലങ്ങൾ നമ്മൾ പ്രത്യേകമായി ഉണ്ടാക്കിയെടുക്കണം. പ്രാർത്ഥന ഒരു ശീലമാക്കുക, വേദവായന പതിവാക്കി തീർക്കുക. ഇതിലൂടെ നമുക്ക് ഒരു പുതിയ പല ശീലങ്ങൾക്കും അടിസ്ഥാനമിടാൻ നമുക്ക് സാധിക്കും. ഇത് നോമ്പിൻ്റെ സുപ്രധാനമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ശീലം ആവർത്തിച്ച് ചെയ്യുന്നതാണ്. ശീലം ഉറയ്ക്കുമ്പോൾ അത് സ്വഭാവമായി തീരും. സ്വഭാവമായി തീർന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ആത്മാംശമായി മാറുകയാണ്. അത് പിന്നീട് ഉപേക്ഷിക്കാൻ വലിയ പ്രയാസം വരും. അതുകൊണ്ട് ഈ സ്വഭാവങ്ങളെയും, ആവശ്യമില്ലാത്ത സ്വഭാവങ്ങളെയും ശീലങ്ങളെയും നമുക്കെങ്ങനെ അതിജീവിക്കാമെന്ന ചോദ്യത്തിന് പിതാക്കന്മാർ പറയും, പുതിയ നല്ല ശീലങ്ങൾ, നമ്മളുടെ ആത്മാവിനെ പ്രകാശിപ്പിക്കുന്ന, മനസ്സിനെ ശുദ്ധീകരിക്കുന്ന, ശരീരത്തെ നിർമ്മലമാക്കുന്ന ശീലങ്ങൾ നമുക്ക് പരിശീലിച്ചുകൊണ്ട് നമുക്ക് പുതിയ ശീലങ്ങളും പുതിയ ഒരു സ്വഭാവത്തിൻ്റെ ഉടമയായി തീരാനും നമുക്ക് സാധിക്കും എന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. നോമ്പ് തുടങ്ങുന്ന സന്ദർഭം ഞായറാഴ്ച നമ്മൾ വായിക്കുന്നത് വെള്ളം വീഞ്ഞാക്കുന്ന അത്ഭുതമാണല്ലോ. ദൈവതിരുസന്നിധിയിലേക്ക്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പച്ചവെള്ളം കൊണ്ടുവന്നപ്പോൾ കർത്താവ് അതിനെ നോക്കി, അത് ചുവന്നു തുടുത്തു. സൃഷ്ടിയെ നോക്കി സൃഷ്ടി ചുവന്നു തുടുത്തു എന്ന് കാവ്യാത്മകമായി പറയുന്നുണ്ട്. പ്രയോജനമുള്ള മക്കളായി, രൂപാന്തരപ്പെടുത്തുന്ന അനുഭവമുള്ളവരായി തീരുക എന്നുള്ളതാണ് നോമ്പിൻ്റെ ലക്ഷ്യം എന്ന് കാനാവിലെ കല്യാണത്തിൽ കർത്താവ് സാധാരണ വെള്ളത്തെ വീഞ്ഞാക്കുന്ന അത്ഭുതത്തിലൂടെ, അത് വായിച്ച് ധ്യാനിക്കുന്നതിലൂടെ സഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ നോമ്പ് അനുഗ്രഹകരമായിരിക്കട്ടെ. തിരിച്ചു വരിക, അനുതപിക്കുക, രൂപാന്തരപ്പെടുക, പുനഃപ്രതിഷ്ഠിക്കുക. നമ്മളുടെ ജീവിതത്തെ സമ്പൂർണമായും കർത്തൃസന്നിധിയിലേക്ക് തിരികെ കൊണ്ടുവന്നും ഹൃദയപൂർവ്വം അനുതപിച്ചും നമ്മളുടെ ജീവിതത്തെ രൂപാന്തരത്തിന് സമർപ്പിച്ചും സമ്പൂർണമായി ഒരു പുനഃപ്രതിഷ്ഠ നമ്മളുടെ ജീവിതത്തിലുണ്ടായും
ഈ നോമ്പ് അനുഗ്രഹകരമാക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.